നമ്മുടെ ടോപ്പ് സിംഗർ പ്രേക്ഷകരും നമ്മളെല്ലാവരും ഒരുപോലെ ടെൻഷൻ അടിച്ച് കാത്തിരുന്ന ആ സമയമാണ്. എലിമിനേഷൻ എപ്പിസോഡാണിത് എന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എലിമിനേഷൻ സമയം വന്നു. മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. ക്വാർട്ടർ ഫൈനലിലെ എല്ലാ റൗണ്ടും പൂർത്തീകരിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ സെമി ഫൈനലിലേക്ക് ആരൊക്കെയായിരിക്കും നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നറിയാനുള്ള സമയമാണ്. നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം. സോ ജഡ്ജസ്, പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. അപ്പൊ എം ജി അങ്കിളെ, നമ്മുടെ എലിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല എലിമിനേഷൻ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു അല്ലേ. അപ്പം എന്തായാലും ഈ എലിമിനേഷൻ അനിവാര്യമാണ്. കാരണം ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽസ് ആണ്. ഇനിയിപ്പോൾ സെമി ഫൈനൽസിലോട്ട് ആരൊക്കെയാണ് എന്നുള്ള ഒരു തീരുമാനമാണ്. അത് പ്യുവർലി ഓൺ മെറിറ്റ് ആൻഡ് മാർക്സ്, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുമ്പോഴും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതെ സെമി ഫൈനലിലോട്ട് ആരൊക്കെയാണെന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം നമുക്കൊരു ലിസ്റ്റ് കിട്ടും. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ കുട്ടികൾ ക്വാർട്ടർ ഫൈനൽസിൽ എങ്ങനെ പാടി, അവരെത്ര മാർക്ക് വാങ്ങിച്ചു, ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് മാർക്സ്. ടോട്ടൽ മാർക്ക് എത്ര ആണോ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ്, പിന്നെ ഒരു ലെവൽ താഴോട്ട് വന്നിട്ട് അവിടുന്ന് ഒരു കട്ട് ഓഫ് ഉണ്ട്. അതിൻ്റെ താഴോട്ടുള്ള കുട്ടികൾ നമുക്ക് ഇവിടുന്ന് വിട പറയത്തില്ല. അവർ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണും. തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കും. വളരെ ചെറിയ മാർക്കിനായിരിക്കണം ഇത്തവണ ഈ എലിമിനേഷൻ നടക്കുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ 97.5 അര മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. ഇനിയിപ്പോൾ നമ്മൾ സെമി ഫൈനൽസിൽ കാലും വരുന്നുണ്ട് കേട്ടോ. 1/4 അതെ. കാരണം ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. ആ ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 98 ആണോ 97 ആണോ എന്ന് ഞങ്ങൾ തമ്മിൽ ആലോചിക്കാറുണ്ട്. 1/4 1/5 3/4 കൂടെ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക്, കലാ ആസ്വാദകർക്ക് ശരിയാണ് എന്ന് അവർക്കും തോന്നണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ സെമി ഫൈനൽസ് ആണ്. ആരൊക്കെയാണ് ഇനി സെമി ഫൈനൽസിലോട്ട് പോകണമെന്ന് നമുക്ക് നോക്കാം. അതും എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഞങ്ങൾക്ക് ആരൊക്കെ ഈ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് ഔട്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അറിയാൻ പറ്റുകയുള്ളൂ. നമുക്കത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് ഇത്രയും സ്റ്റേജ് കിട്ടി തന്നെ നിങ്ങൾ ഇത്രയും വിചാരിക്കുക. നമ്മുടെയൊക്കെ പ്രായത്തിൽ അയ്യോ ചിന്തിക്കാൻ പറ്റില്ല, ഒന്ന് TV കാണാൻ പറ്റുക, ഒന്ന് ക്യാമറ. ഇപ്പോൾ ആ 10ാം ക്ലാസ്സിലെ ഒരു ഫോട്ടോയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ. എനിക്ക് എന്തെങ്കിലും ഒരു മീഡിയ ഒരു ഇത് കിട്ടി. അതിനുശേഷം എത്രയോ വർഷം 10 കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ചാനലിലോട്ടൊക്കെ പതുക്കെ ഒന്ന് എത്തി നോക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നേഴ്സറി തൊട്ട് തുടങ്ങി, നിങ്ങൾ ഇത്രയും പോപ്പുലറായി, പ്രശസ്തരായി, നിങ്ങൾക്ക് ഓൾറെഡി ഫാൻസായി, നിങ്ങൾ കരയുമ്പോൾ കൂടെ കരയാൻ വരെ ആൾക്കാർ, നിങ്ങൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആൾക്കാർ, എത്ര സ്റ്റേജ്, എത്ര പേരെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഫാൻസാണ്, ഫ്ലെക്സ് വെക്കുന്നു എന്ന് വേണ്ട ഒരുപാട് പേര് നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളും ഉണ്ട്. പക്ഷേ ഇതൊരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി സെമി ഫൈനൽസിലോട്ട് പോകുമ്പോൾ കുറച്ച് പേര് ഇതിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറയുന്നില്ല. അവര് നമ്മുടെ കൂടെ തന്നെ പോകുന്നില്ല, തിരിച്ചിവിടെ തന്നെ വരും. ലോകമെമ്പാടുമുള്ള ടോപ്പ് സിംഗർ സംഗീത പ്രേമികൾ വളരെ ഉറ്റുനോക്കുന്ന ആ നിമിഷമാണ്. നമുക്ക് ക്വാർട്ടർ ഫൈനൽസിൽ ആരൊക്കെയാണ് മത്സരിച്ചെന്ന് നമുക്ക് നോക്കാം. പതിനേഴ് പേരാണ് ക്വാർട്ടർ ഫൈനൽസിലുണ്ടായിരുന്നത്. അവരെ നിങ്ങൾക്കെല്ലാം കാണാം. അഖില, അമേക്, ആർജിത, ആര്യൻ, ആൻസറ, ദേവദർശ്, ദേവതീർത്ത്, ഗൗതമി, ഇഷൽ, പാർവണ, നിഹാര, ഐറിസ്, ഋതുവീണ, സെബാമൂൺ, ശിവശങ്കർ, ശ്രീലക്ഷ്മി ആൻഡ് താര. ഇനി വീണ്ടും നിങ്ങളെ ആകാംക്ഷാഭരിതരാക്കുന്ന നിമിഷങ്ങൾ. സെമി ഫൈനൽസിലോട്ട് ആരൊക്കെ അല്ലേ? ഇതാ നമുക്ക് നോക്കാം. പന്ത്രണ്ട് കുട്ടികളാണ് ഇനി സെമി ഫൈനൽസിലോട്ട് കടന്നിരിക്കുന്നത്. അഖില, ഗൗതമി, ആർജിത, ആര്യൻ, നിഹാര, ദേവദർശ്, ദേവതീർത്ത്, ഋതുവീണ, സെബാമോൺ, പാർവണ, ശിവശങ്കർ ആൻഡ് ശ്രീലക്ഷ്മി. ഇവരാണ് സെമി ഫൈനൽസിൽ മത്സരിക്കാനെത്തുന്ന കുട്ടികൾ.
മക്കളെ ആരും വിഷമിക്കേണ്ട, നിങ്ങൾ ഈ കുടുംബത്തിൽ തന്നെ കാണും. നിങ്ങൾ പാടിയതിനനുസരിച്ചുള്ള മാർക്കാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ, മോനും വിഷമിക്കേണ്ട, മോൻ്റെ കുടുംബവും വിഷമിക്കേണ്ട, മോനെ സ്നേഹിക്കുന്ന ലോകത്തുള്ള കോടാനുകോടി ആൾക്കാരുണ്ട്. ആരും വിഷമിക്കേണ്ട. കാരണം ഇവരൊക്കെ നിങ്ങളൊക്കെ നല്ല പാട്ടുകാരാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ നമുക്കുള്ള ഇതിൻ്റെ ഒരു നിയമമാണ്, റിയാലിറ്റി ഷോയുടെ ഒരു നിയമമാണ് ഒരു ഫൈനലിസ്റ്റിനെ കണ്ടെത്തുക. 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം, 4-ാം സ്ഥാനം. അതിലിങ്ങനെ സംഭവിക്കുന്നു മാത്രം. പക്ഷേ എല്ലാവരും നമ്മുടെ ഹൃദയത്തിലുണ്ട്, അല്ലേ? നമ്മളോടൊപ്പം ഉണ്ട്. ഭയങ്കരമായിട്ട് അടുത്തുപോയി, സത്യം. അപ്പൊ നമുക്ക് ഇനിയും ഒത്തിരി സമയം കാണും. മത്സരമായതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി നിൽക്കുക. വെക്കേഷൻ ഒക്കെ പോവാന്നങ്ങ് വിചാരിച്ചാൽ മതി കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഇത്രയും കൂട്ടായിട്ടിരുന്നതാണ്. എന്തായാലും നമ്മുടെ ടോപ്പ് സിംഗറിൽ 17 പേരുമായിട്ട് നമ്മൾ തുടർന്നിരുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇവിടെ അവസാനിച്ച് 12 കണ്ടസ്റ്റൻസുമായിട്ട് ടോപ്പ് സിംഗറിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഒരു സെമി ഫൈനൽ എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റാ ബൈ, സീ യു.